ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു വിഷയം പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനുമായിട്ട് സംസാരിക്കുന്നത് യഹോവ പ്രവാചകന്മാരിൽ കൂടിയാണ്. വളരെ അപൂർവ സന്ദർഭങ്ങളിലും അത്യപൂർവ വിഷയങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലുമൊക്കെയാണ് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. പിതാവായ ദൈവം പ്രവാചകന്മാരിൽ കൂടെയാണ് പഴയ നിയമകാലത്ത് അധികം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്രവചന വിഷയങ്ങളിലൊക്കെ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. യേശുക്രിസ്തു നിറവേറ്റി ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പ്രവചന രൂപത്തിൽ ഒരുപാട് വിഷയങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ബലിമരണത്തെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ചും അതിൻ്റെ കാലത്തെക്കുറിച്ചുമൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ വളരെ ശക്തമായ തെളിവുകളോടുകൂടി ദൈവം തൻ്റെ നിർണയം രേഖപ്പെടുത്തി. അതുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. യേശുക്രിസ്തു ഭൂമിയിൽ ഒന്നാമത് വരുന്നതിന് മുമ്പ് അവൻ ദൈവത്തിൻ്റെ ഏകജാതനായിട്ടും സകലത്തിൻ്റെയും അവകാശിയായിട്ടുമാണ് നമുക്ക് കാണാൻ കഴിയും പഴയ നിയമങ്ങൾ. പക്ഷേ പുതിയ നിയമ കാലത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പദവി കൂടി യേശുവിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് നിയമങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മത്തായിയുടെ സുവിശേഷം 28-18 വാക്യത്തിൽ പറയുന്നു. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു അധികാരം ലഭിച്ചതിനെ കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു, പിതാവ് എന്നെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിർണയിച്ചിരിക്കുന്നുവോ അതെല്ലാം നിവൃത്തിയാക്കുന്നതിലാണ് എൻ്റെ ഇഷ്ടം. അങ്ങനെ വ്യക്തമായിട്ട് കർത്താവ് പല കാര്യങ്ങൾ പറയും. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, പുനരുത്ഥാനം, ഇതിൻ്റെ ശേഷമാണ് ഈ ഒരു വാക്ക് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. അപ്പോൾ ഇതിനു മുമ്പ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുക്രിസ്തുവിന് ഇല്ലായിരുന്നു എന്നാണ്. അതെന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാതിരുന്നത്? സകലവും ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും സകലവും
അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും ആകുന്നത്. പക്ഷെ ഇതൊരു പ്രത്യേക പദവി ക്രിസ്തുവിന് വേണ്ടി ദൈവം കരുതി വച്ചിരുന്നതാണ്. അപ്പൊ ഈ പദവി കർത്താവിന് ലഭിക്കേണ്ടതിന് പിതാവായ ദൈവം തൻ്റെ പുത്രനോട് ആവശ്യപ്പെടുന്നത് ഈ മറുവില എന്ന ആ മഹായാഗം, ആ ത്യാഗമാണ്. അതുവഴി മാനവരാശിയുടെ മോചനമാണ് പിതാവായ ദൈവം മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു ഒന്നാമത് വരുന്നതിന് മുമ്പ് പിതാവിൻ്റെ അടുക്കൽ വചനമായിരുന്ന ആ അവസ്ഥയിൽ, ആ ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്ന യേശുക്രിസ്തു അമർത്യതയിൽ അല്ലായിരുന്നു എന്നുള്ളതാണ്. അമർത്യ പ്രകൃതിയിലാണ് യേശുക്രിസ്തു ഇരുന്നതെങ്കിൽ ഒരിക്കലും മനുഷ്യനു വേണ്ടി ഒരു മറുവിലയായി തീരുവാൻ, മനുഷ്യജന്മമെടുത്ത് ഈ ഭൂമിയിൽ വരുവാൻ അസാധ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനാദിയായ നിർണയത്തിൻ്റെ ഭാഗമായിരുന്നു യേശുക്രിസ്തുവിന് മനുഷ്യനായി അവതരിക്കാൻ പറ്റിയ ഒരു പ്രകൃതിയിൽ ആദ്യമേ തന്നെ ജനിക്കപ്പെടണം എന്ന്. ഇപ്പോൾ പിതാവായ ദൈവത്തിന് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വരുവാൻ വിചാരിച്ചാൽ പോലും അസാധ്യമാണ്. കാരണം പിതാവായ ദൈവം അമർത്യ പ്രകൃതിയിലിരിക്കുന്നവനാണ്. ആ പ്രകൃതി വെടിയുവാൻ പിതാവിന് സാധ്യമല്ല. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. അപ്പോൾ ഒരിക്കലും ഒരു അമർത്യ പ്രകൃതിയിലിരിക്കുന്ന ഏതൊരു ആത്മജീവിക്കും ഒരു ജഡപ്രകൃതി സ്വീകരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ദൂതന്മാരെ സംബന്ധിച്ച് അവർക്ക് ജഡശരീരം എടുക്കുവാൻ കഴിയും. അവർക്ക് ജഡരൂപമെടുത്ത് മനുഷ്യനെ പോലെ ഭൂമിയിൽ വരുവാൻ കഴിയും എന്നുള്ളത് വലിയൊരു സംഗതി തന്നെയാണ്. കാരണം ദൂതന്മാർക്ക് ആർക്കും അമർത്യ പ്രകൃതിയില്ല. പ്രപഞ്ചത്തിൽ അമർത്യ പ്രകൃതിക്ക് ഉടമയായിരിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അത് പിതാവായ ദൈവം തന്നെയാണ്. യേശുക്രിസ്തുവിന് ഈ അമർത്യ പ്രകൃതി ലഭിക്കുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷമാണ്. അതിനു മുമ്പ് ഈ പ്രകൃതി ഇല്ലായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ബലിമരണം ദൈവം അംഗീകരിക്കുക വഴി കർത്താവിന് ഒരു വലിയ പദവി കൊടുത്ത് മാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ പദവി ഉറപ്പായതിന് ശേഷമാണ് യേശു ഈ വാക്ക് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ നൽകിയതാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വർഗത്തിൽ ആരുടെ മേലാണ് യേശുക്രിസ്തുവിന് അധികാരം ലഭിച്ചിരിക്കുന്നത്? സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്നും അരുളി ചെയ്യുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നു. യേശു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം അവൻ വീണ്ടും വരുമ്പോൾ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കും. എന്നാൽ യേശുവിൻ്റെ ഒന്നാം വരവിൽ സകല ദൂതന്മാരോടും യേശുവിനെ നമസ്കരിക്കണമെന്ന് പിതാവ് പറഞ്ഞില്ല. നമസ്കരിക്കാനുള്ള പദവിയും യേശുവിന് കൊടുക്കുന്നത് സ്വർഗാരോഹണത്തിൻ്റെ ശേഷമാണ്. പിന്നെ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന അധികാരം, യേശുവിൻ്റെ രാജ്യസ്ഥാപനത്തോടു കൂടിയാണ് ഈ അധികാരം സ്വർഗത്തിലും ഭൂമിയിലും
നടത്തപ്പെടുന്നു. അപ്പൊ ഈ അധികാര പരിധിയിൽ പിതാവായ ദൈവം പെടുന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ കീഴിൽ ഉള്ള ഒരു ഭരണകൂടം സ്ഥാപിക്കുവാൻ പിതാവ് പുത്രന് അവകാശം നൽകി, അനുവാദം നൽകി. അതാണ് അധികാരം. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലുള്ള ദൂതന്മാരെയും ഭൂമിയിലുള്ള മനുഷ്യരെയും ന്യായം വിധിക്കാനുള്ള അവകാശം യേശുക്രിസ്തു പ്രാപിക്കുന്നത് ഈ പുനരുത്ഥാന ശേഷമാണ്. ഇതിനെക്കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൽ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം, 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഈ അധികാരം സ്ഥാപിക്കുന്നത് എന്നാണെന്ന് അവിടെ പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7:13-14 വാക്യങ്ങൾ. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ദാനിയേൽ പ്രവാചകന് ദൈവം മറ്റ് പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായി പരമപ്രധാനമായ പല വിഷയങ്ങളും വെളിപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെക്കുറിച്ചും രണ്ടാം വരവിനെക്കുറിച്ചും ആ വരവിൽ നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും ദാനിയേലിന് ഒരു വ്യക്തമായ രൂപരേഖ നൽകി. അതുകൊണ്ടാണ് രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടുകൂടെ വരുന്നത് കണ്ടു. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ഒരു ദർശനമാണ് ആകാശമേഘങ്ങളോടെ വരുന്നു. ഇതിൻ്റെ അർത്ഥം ഒരു മേഘത്തെ ആശ്രയിച്ച് യേശു വരുന്നു എന്നല്ല. ആകാശമേഘങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തു അദൃശ്യനായിട്ടാണ് വരുന്നത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണ വേളയിലും ഒരു മേഘം വന്ന് അവനെ മറച്ചു എന്നാണ്. അപ്പോൾ ശിഷ്യന്മാരുടെ കാഴ്ചയ്ക്ക് അവൻ മറഞ്ഞു, അവൻ അദൃശ്യനായി തീർന്നു എന്നാണ്. സീനായി മലയിലും യഹോവ വെളിപ്പെട്ടു എന്ന് പറയുന്ന ആ സന്ദർഭത്തിലും അവിടെ കൂരിരുട്ട്, കാഹളനാദം, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, ഇങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ അവിടെ. അപ്പം ഈ കൂരിരുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൂരിരുട്ടിൽ നമുക്ക് ഒന്നും ദൃശ്യമാകുന്നില്ലെന്നുള്ളതാണ്. അപ്പം അവിടെ മോശ യഹോവയെ കണ്ടു എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിലല്ല. യഹോവ അദൃശ്യനായിട്ടാണ് പ്രത്യക്ഷനായിരിക്കുന്നത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ സന്ദർഭത്തിൽ ഇങ്ങനെയെല്ലാം പറഞ്ഞത്. അപ്പം ഇവിടെ ആകാശമേഘങ്ങളോടെ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. ഇവിടെ വയോധികൻ എന്ന് പറഞ്ഞു ദിവസങ്ങൾക്ക് പൂർവനായവൻ, കാല അതീതനായിരിക്കുന്നവൻ. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ആജ്ഞയോടുകൂടെയാണ്, അനുവാദത്തോടുകൂടെയാണ് രണ്ടാമത് വരുന്നത്. ദൈവം തൻ്റെ പുത്രനെ യഥാകാലത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു. അപ്പോൾ വയോധികനായ അവൻ്റെ അടുക്കൽ ചെന്നു.
സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. ഇവിടെയും ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മറ്റൊരാൾ നൽകിയതാണെന്ന്. അപ്പോൾ യേശുക്രിസ്തുവിന് തക്ക സമയത്ത് ഈ രാജ ആധിപത്യം നൽകുന്നത് പിതാവായി ദൈവമാണെന്നാണ്. അപ്പോൾ സകല ജാതികളും വംശങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിനെ രണ്ടാം വരവിൽ രാജ്യത്തിൻ്റെ ഭരണഭാരം ആരംഭിക്കുന്നതോടുകൂടി യേശുവിനെ ആരാധിക്കാനും ഉള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സകല ജാതികളും ക്രിസ്തുവിനെയും നമസ്കരിക്കണം. പിതാവായ ദൈവത്തെ മാത്രം നമസ്കരിച്ചാൽ പോരാ. അതിന് ക്രിസ്തുവിന് ദൈവമെന്നുള്ള ഒരു പദവി വരെ പിതാവായ ദൈവം നൽകി. ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ അഭിഷേക തൈലം യേശുവിനെ രാജാവായി വാഴിക്കുന്നതിൻ്റെ കാര്യമാണ്. അപ്പോൾ ആരാധനയ്ക്കും യോഗ്യനായി തീരുവാണ് യേശുക്രിസ്തു രണ്ടാം വരവോടുകൂടി. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ഇനി ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ഒരു ഭരണകൂടമല്ലാതെ മറ്റൊരു ഭരണകൂടങ്ങളും ഇവിടെ തുടരുവാൻ ഇനി ആവശ്യമില്ല, ദൈവം അനുവദിക്കുന്നില്ല എന്നതാണ്. ദാനിയേൽ പ്രവചനത്തിൻ്റെ ദർശനങ്ങൾ ഈ ലോക രാജ്യങ്ങളുടെ ഭരണക്രമത്തിൽ നാം പഠിക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ആധിപത്യം ഭൂമിയിൽ അഞ്ചാമത് വരുന്ന ഭരണകൂടമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. ഈ അഞ്ചാമത്തെ ആധിപത്യം അത് നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും നശിച്ചു പോകാത്തതുമാകുന്നു. നമ്മൾ ക്രിസ്തുവിൻ്റെ രാജ്യത്വം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഭൂമിയെ ഭരിച്ചിട്ടുള്ള ഭരണകൂടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 4 ഭരണകൂടങ്ങൾ കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഭരണകൂടം വരുന്നത്. ദാനിയേലിനോട് യഹോവ ഒരു കാര്യം പറഞ്ഞു. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും തനിക്ക് ബോധിച്ചവന് അത് നൽകുകയും ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ ഭൂമിയെ സർവാധിപത്യം എന്ന നിലയിൽ ആദ്യം ഭരിച്ച ഭരണകൂടം ബാബിലോൺ സാമ്രാജ്യമായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യം അധികാരത്തിൽ വന്നു. പേർഷ്യൻ സാമ്രാജ്യം അത് അധപ്പതിച്ചതിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം ഇവിടെ നിലവിൽ വന്നു. ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ശേഷം റോമൻ സാമ്രാജ്യം നിലവിൽ വന്നു. ഇന്ന് റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന ഒന്നില്ല. അതിൻ്റെ രാഷ്ട്രീയ റോമ പണ്ടേ നശിച്ചുപോയി. അതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ ആത്മീയ റോമ മാത്രമേ ഉള്ളൂ. ആ ആത്മീയ റോമായ്ക്ക് പറയുന്ന പേര് ഇരുമ്പും കളിമണ്ണും ചേർന്നുള്ള ഒരു ഭരണകൂടമെന്നാണ്. അത് പാപ്പ ആധിപത്യമാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെയും നാശത്തിന് ശേഷമാണ് യേശുക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുന്നത്. ഇത്ര കൃത്യമായിട്ട് ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചും അതിൻ്റെ കാലത്തെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം വളരെ തെളിവോടുകൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്.
ഈ അരിജ്ഞാനത്തിൻ്റെ എല്ലാം പ്രവചനത്തിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് യേശു ക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ആ ഭരണം ആരംഭിക്കുന്നതിൻ്റെ ആ പ്രാരംഭ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷവും പ്രത്യാശയും നൽകുന്ന കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചെല്ലാം വളരെ തെളിവോടുകൂടി പല കാര്യങ്ങളും നമുക്ക് പറയുവാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഇങ്ങനെ ഓടിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. അടുത്ത വിഷയങ്ങളിലൊക്കെ ഇതിൻ്റെ നിവൃത്തിയുടെ കാലത്തെക്കുറിച്ചും അതിൽ മനുഷ്യന് വരുന്ന പ്രയോജനങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ എങ്ങനെ നടപ്പാക്കുന്നു യേശു ക്രിസ്തു, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.